12 മാത്രം വരാനുള്ള കുറവുള്ളൂ. ഇവിടെ സ്റ്റാർട്ട്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. നിലവിൽ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഓവറോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഡാർക്ക് സീക്കർ നമ്മുടെ ടീം സ്ക്വാഡ് നെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് സ്ക്വാഡ് നെയിം എന്തായാലും ഒന്ന് പറയാം. നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് ഡാർക്ക് ഗെയിമേഴ്സ് ആണ് സ്ലോട്ട് നമ്പർ 1 സ്ലോട്ട് 2 സൂപ്പർമാനും നമ്മുടെ കേരള നിക്കൻ കോസ്റ്റ്മാനെയൊക്കെ ഉള്ള RRT നെവിനൊക്കെ ഉള്ള ടീം റേഞ്ചർ എസ്പോർട്സ് ആണ്. മൂന്നാമത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത് ടീം വേഷമാണ്. നാലാമത്തെ സ്ക്വാഡ് ഷെയ്ഡെക്സ് ആണ്. അഞ്ചാമത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത് കൂറുള്ള ബോയ്സ് ആണ്. 6 ആൽഫ പ്രഡേറ്റേഴ്സ് 1, 7 ആൽഫ പ്രഡേറ്റേഴ്സ് 2 ആണ്. എട്ടാമത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത് യൂറോപ്സ് ഓഫീസേഴ്സ് ആണ്. 9ാമത്തെ ടീം എന്ന് പറയുന്നത് ഫോർഫ്ലൈ ആണ്. 10ാമത്തെ ടീം നമ്മുടെ കൊല്ലം ടീമാണ്, KL02 ആണ്. 11ാമത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത് ടീം കൗരവറാണ്. 12ഉം 13ഉം NDS ടീമാണ്. NDS ടീം 1, 2 ആണ്. എല്ലാവരും ഏകദേശം ഓഫ്ലൈൻ ആയിട്ടുണ്ട്. എല്ലാ സ്ക്വാഡും തന്നെ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ എപ്പോഴും നോക്കുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഇന്നിപ്പം കുറച്ച് വ്യത്യാസമായിട്ട് നമ്മുടെ കൊല്ലം ടീം മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. NDS ടീമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ഫൈറ്റിനുള്ള വളരെ ചാൻസസ് കാണുന്നുണ്ട്. നമ്മൾ NDS ടീമിൽ നിന്ന് പോയി നോക്കാം. NDS ടീമിലുള്ളത് നിലവിൽ ND പാക്കറിനും മൾട്ടി ലോൺ വോൾഫും മാത്രമാണ്. ഇന്ന് ND സാറിന് ദിവസം അതിൽ ലോൺ വോൾഫ് നിലവിൽ നോക്കായിട്ടുണ്ട്. നമ്മുടെ ടീം തന്നെ അടിച്ച് അദ്ദേഹത്തിനെ ഇട്ടിട്ടുണ്ട്. NDS ടീമിൽ നിലവിൽ മൾട്ടിയും ലോൺ വോൾഫും നിലവിൽ 2 പേരും നോക്കാണ്. എന്തായാലും ND സാറ് റീകോൾ ചെയ്യേണ്ട കാര്യമുള്ളതുകൊണ്ട് അദ്ദേഹം നിലവിൽ റീകോൾ ടവറിലേക്ക് പോകാനായിട്ട് അദ്ദേഹം സൈഡ് പിടിച്ച് പോയിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നൊരു സ്ക്വാഡ് വൈപ്പായിട്ടുണ്ട്. നമ്മുടെ 7ാമത്തെ ആൽഫ പ്രഡേറ്റേഴ്സ് 1 ആണ്. ആൽഫ പ്രഡേറ്റേഴ്സ് 2 എല്ലാവരും തന്നെ തീർന്നിരിക്കുകയാണ്. ആദ്യ കോഡ് V പവർ സ്ട്രോം ഇവോദാമാണ്. അവ ആദ്യം തന്നെ എല്ലാവരും ഫുൾ സ്ക്വാഡ് വൈപ്പായിരിക്കുകയാണ്. നിലവിൽ മറ്റൊരു ഫൈറ്റ് സീൻ ഉള്ളത് NDS ടീമിൽ നിന്ന് നമുക്ക് മറ്റൊരു പോകാം. നിലവിൽ NV2OP ഒക്കെ നിലവിലൊരു ഫൈറ്റ് സീൻ എടുക്കുന്നതായിട്ട് കാണാം. എനിക്കെന്തോ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നു. ചെറിയൊരു ബഫറിങ് പോലെ വരുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിലവിൽ ഡാംബ്ലീച്ചിൻ്റെ ഹെൽത്ത് വളരെ കുറവാണ്. NV2OPയുടെ ഹെൽത്തും വളരെ കുറവാണ്. ഇവർക്ക് നിലവിൽ പാക്മാൻ, ഹിറ്റ്മാൻ നമ്മുടെ ടീമിൻ്റെയൊക്കെ ഒരു ഫൈറ്റാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂറുള്ള ബോയ്സാണ് അവർക്ക് കളിക്കുന്ന കളിയോട് നല്ല കൂറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ നമ്മളിപ്പം ടീം വേഷത്തിനായിട്ടാണ് കിട്ടിയിരുന്നത്. ഡബ്ല്യൂച്ചും NV2OP ഒക്കെ ടീം വേഷംകാരാണ്. അവർക്കിട്ട് ഹിറ്റ്മാൻ്റെ അടുത്തൊരു ഹിറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ നമ്മുടെ കൂറുള്ള ബോയ്സ് നമ്മുടെ ടീം വേഷത്തിനായിട്ട് ഹിറ്റ്മാൻ്റെ ഒരു ഹിറ്റ് വളരെ ചാൻസ് കൂടുതലാണ്. അദ്ദേഹം എല്ലാവരും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നിലവിൽ അവർ നല്ല രീതിയിൽ കാവൽ നിൽക്കുകയാണ്. ഇവർ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിക്കും എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ്. ഹിറ്റ്മാൻ്റെ ഒരു വ്യൂ നമുക്ക് നോക്കാം. നിലവിൽ അഗസ്റ്റോ ആണ് തൊട്ടടുത്തുള്ള NV2OPക്കും ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. NV2OP ഓപ്പണായിട്ട് കിടക്കുന്നു. അദ്ദേഹം കുറച്ചും കൂടി ഒന്ന് മുമ്പോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ NV2OPയെ സ്പോട്ട് ചെയ്യുമായിരുന്നു. നിലവിൽ ഇവരുടെ ടീമിൽ ഒരു ഫൈറ്റും കൂടി അദ്ദേഹം എടുക്കുന്ന മലപ്പുറം കാക്ക നിലവിൽ നോക്കായിരുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിറ്റ്മാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പം മറ്റൊരു ഫൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന 5ാമത്തെ ടീമാണ് കൂറുള്ള ബോയ്സിൻ്റെ ഒരു ഫൈറ്റ്. ആർക്ക് നെവിനെ നമ്മുടെ ഹിറ്റ്മാൻ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്.
ഹിറ്റ്മാൻ്റെ ഒരു ഭാഗം ഒരു ഹിറ്റ്മാൻ്റെ ടീമിൻ്റെ സൈഡിലേക്ക് ഒരു ഫൈറ്റും കൂടി കിട്ടിക്കുന്നു. നമ്മുടെ കേരള നിക്കാണ് തോന്നുന്നു. റേഞ്ചർ എസ്പോർട്സും ഇപ്പം നിലവിൽ റേഞ്ചർ എസ്പോർട്സും കൂറുള്ള ബോയ്സും തമ്മിലാണ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ POV ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്ന ഹിറ്റ്മാൻ എന്ന അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അദ്ദേഹം 124.77 ഡാമേജാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കില്ലോ കാര്യങ്ങളോ നോക്കണം. അസിസ്റ്റ് 7 അസിസ്റ്റാണ്, 7 സ്ഥാനത്താണ്. നിലവിൽ അദ്ദേഹത്തിന് ഫിനിഷൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കിട്ടി. നെക്സ്റ്റ് ഒരു ഇതിലേക്ക് ടീം 2 ആണ്. നിലവിൽ റേഞ്ചർ എസ്പോർട്സുമായിട്ടാണ് ഇപ്പം നെക്സ്റ്റ് ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താഴെ വന്നിരുന്ന ഡാംബ്ലീച്ചൊക്കെയുള്ള ടീം ഇപ്പം നിലവിൽ കയറി വന്നിരിക്കുകയാണ്. അവർ മൂന്നാമത്തെ സ്ക്വാഡ് ടീം വേഷമാണ്. നിലവിൽ ടീം വേഷവും റേഞ്ചർ എസ്പോർട്സും തമ്മിൽ 2ഉം 3ഉം തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ടീമിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ 3 സ്ക്വാഡ് വൈപ്പായിട്ടുണ്ട്. എൻഡീസ് ടീമിൻ്റെ 12ാമത്തെ ടീമും എൻഡീസ് 1ഉം നമ്മുടെ ആൽഫ പ്രൊഡക്റ്റേഴ്സ് 1ഉം 5ാമത്തെ ടീമായിട്ടുള്ള നമ്മുടെ കൂറുള്ള ബോയ്സും നിലവിൽ വൈപ്പായിട്ടുണ്ട്. അവർക്ക് ഇനി ഇന്നത്തെ കളിയില്ല എന്ന് നമുക്കറിയാം. നിലവിൽ സൂപ്പർമാൻ ഇതാ നമ്മുടെ നേരിട്ട് 2-3 ഡാമേജ് കിട്ടിയെങ്കിലും അദ്ദേഹം ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ അദ്ദേഹം മറ്റൊരു ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആരും തന്നെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. നല്ലൊരു വ്യൂ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NV2OPക്കിട്ടൊരു NV2OP നീഡ് ഹുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോസ്റ്റ്മാനെ നിലവിൽ ഇപ്പം നോക്കാൻ ചാൻസ് കൂടുതലാണ്. ഡാംബ്ലീച്ച് നോക്കായിരിക്കുന്നു. സൂപ്പർമാൻ്റെ സൂപ്പർ ഹിറ്റാണ്. NV2OP ഫൈറ്റ് കിട്ടിയിട്ടും അദ്ദേഹം സൂപ്പർമാനെ അടിച്ച് താഴെയിട്ടിരിക്കുകയാണ്. NV2OP നോക്കായിരിക്കുന്നു. നിലവിൽ നമ്മളൊരു നമ്മളൊരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ കേരള നിക്കം ഗോസ്റ്റ്മാനെയുമാണ് നിലവിൽ നിശ്ചയിക്കുന്നത്. ഇതാ PSM പരുത്തിരട്ട് ഫൈറ്റ്. PSM പരുത്തിരട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മോളി ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹം നമ്മുടെ കേരള നിക്ക് സൂപ്പർമാനെ റിവൈഡിക്കാൻ വേണ്ടി പോവുകയാണ്. കേരള നിക്ക് നിലവിൽ ഒരു ഫിനിഷ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിൽ 3 പേരും നിലവിൽ പിടിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിൽ ഡാംബ്ലീച്ച് നിലവിൽ പെട്ടിയായിട്ടുണ്ട്. നിലവിൽ ഇവിടെ 3 പേരുണ്ട്. AMT അഗസ്റ്റോ ഫൈറ്റ്. AMT അഗസ്റ്റോയ്ക്ക് ഫൈറ്റ് കിട്ടുന്നു. അദ്ദേഹം വെട്ടി ഓടി. അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം നോക്കായിരിക്കുകയാണ്. ഡാംബ്ലീച്ചിന് നിലവിൽ ഫൈറ്റില്ല. നമുക്ക് ഇവിടെ നോക്കാം, ഒരു POV നോക്കാം. ഡാംബ്ലീച്ച് നിലവിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അദ്ദേഹം ഹെൽത്ത് പോലും അടിക്കാതെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു സ്മോക്ക് ഹുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമേറ്റിനെ ഇപ്പം നിലവിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് മറ്റൊരു POV സൈഡിൽ നിന്ന് നോക്കാം. ഒരു ഹെലി വ്യൂ ആണ്. നിലവിൽ കേരള നിക്ക് നിലവിൽ സൂപ്പർമാൻ നല്ല രീതിയിൽ ക്രൗൾ ചെയ്ത് പുറകിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹം നല്ല കവർ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ടീമേറ്റിനെ പൊക്കേണ്ട വലിയ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരും നിലവിൽ ഇങ്ങോട്ട് റഷ് ആക്കുന്നില്ല. നിലവിൽ ഇവർക്ക് പുറകിൽ നിന്ന് മറ്റൊരു അടി കിട്ടാനായിട്ടുമില്ല. നിലവിൽ NDS ടീമിൻ്റെ മറ്റൊരു ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു NDS വന്നിട്ടില്ലായിരുന്നു. NDS നിലവിൽ നോക്കണം. മറ്റൊരു ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ NDS ടീമിലെ NDS നിലവിലുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ BlizzOP നിലവിൽ കയറി ഫൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹത്തിനെ തീർത്തിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പം അവരുടെ ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ NDS ടീമിലെ ശരത്താണുള്ളത്. ശരത്ത് NDS മുഷീക്ക് ND കഴിവേറിയാണുള്ളത് NDS ടീമിൽ. BlizzOP നിലവിൽ നമുക്ക് 170 ഡാമേജ് എടുത്തൊരു ഫിനിഷ് എടുത്തിട്ടുണ്ട്. നമുക്കത് കാണാം. ബ്രൂസ് വെയിൻ രാത്രിയുടെ രാജകുമാരൻ 3 കില്ല് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് നമുക്ക് എന്തായാലും നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ടീമിൽ തന്നെ ലെറിൻ ഒരു ഫൈറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. റീകോൾ ടവറിൽ നിലവിൽ ആരുമില്ല. മറ്റൊരു ഫൈറ്റ് സീൻ നടക്കുന്ന സ്ഥലം നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. നമ്മുടെ ഫോറോക്സി KL02 കൊല്ലം ടീമിൻ്റെ അടുത്ത് നല്ലൊരു ഫൈറ്റ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൽക്കി ഫോറോക്സിയുടെ തൊട്ട് മുമ്പിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആരെയോ ഫിനിഷ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൊല്ലം സിബിൻ മാത്രമാണ് നിലവിൽ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം വിസാഡിൻ്റെ അടുത്തേക്കാണ് കയറി ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. വിസാഡ് നിലവിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. വിസാഡ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിസാഡ് നിലവിൽ ക്യാമ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് വിസാഡ് നിലവിൽ ഫൈറ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വിസാഡിനായിട്ട് ഫൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. അദ്ദേഹം സ്കോപ്പ് ചെയ്ത് നിൽക്കുകയാണ്.
നിലവിൽ കൊല്ലം ടീമിൽ നമ്മുടെ ടീം എന്തായാലും ടീമേഴ്സ് എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു സൈഡിൽ നിന്ന് ഫൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വീഴാനാണ് വളരെ ചാൻസ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ടീമേറ്റ്സ് എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരാനാണ് വളരെ ചാൻസ് കൂടുതലുള്ളത്. എല്ലാ ടീമും ഇവിടെ തന്നെ, ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ ടീമും ഇവിടെ തന്നെ ഉണ്ട്. കൽക്കിക്കിട്ട് ഫൈറ്റ്, വിസാഡിനിട്ട് ഫൈറ്റ് കിട്ടിയിരിക്കുന്നു. നിലവിൽ വിസാഡിനിട്ട് ഫൈറ്റ് കിട്ടിയിരുന്നു. വിസാഡിൻ്റെ പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൽക്കി ടീം നിലവിൽ ഫോറോക്സി കൽക്കിയൊക്കെ കൂടി ചെന്നിട്ട് അദ്ദേഹത്തിനെ റഷ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ നമ്മുടെ കൊല്ലം ടീമിലെ സൈറക്സിനെ അടിച്ചിട്ടിരിക്കുന്നു. KL02 കണ്ണമ്പായി നിലവിൽ നോക്കാണ്. നിലവിൽ നമ്മുടെ ടീമേറ്റിനെ തൊട്ട കൽക്കിയെ നിലവിൽ അദ്ദേഹത്തിൻ്റെ റീകോയിൽ വളരെ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം KL02 സിബിൻ അദ്ദേഹം 3x അടിച്ചിട്ട് വളരെ കുറച്ച് ആമോ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ റീകോയിൽ എന്തായാലും നമുക്കൊന്ന് കാണാൻ സാധിച്ചു. നിലവിൽ ഇബിലീസ് എന്തായാലും അദ്ദേഹത്തിന് റീകോൾ അടിക്കുകയാണ്. KL02 സിബിൻ നിലവിൽ റഷ് അടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഒരു നീഡ് പക്ഷേ ഇങ്ങ് വരെ എത്തിയില്ല. തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. നീഡ് ഒരു ശകലം കൂടി മാറിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കിട്ടുമായിരുന്നു. അവർ രണ്ടുപേരും മാറിയിട്ടുണ്ട്. KL02 ഇബിലീസ് ഫൈറ്റ് അദ്ദേഹം കൽക്കി നോക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് എഴുന്നേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ KL02 ടിക്കി മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. KL02 ടിക്കിയും എങ്ങനെയോ ഇപ്പോൾ എന്തായാലും അവരുടെ ടീം, നമ്മുടെ കൊല്ലം ടീം നിലവിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 4 ടീമാണ് നിലവിൽ വൈപ്പായിരിക്കുന്നത്. നിലവിൽ ഇനി ഷെയ്ഡെക്സ് ടീമാണ് നിലവിൽ നമ്മുടെ കൺമുമ്പിലുള്ളത്. നൈറ്റ് ഉണ്ട് ഷെയ്ഡെക്സ് ടീമിൻ്റെ തൊട്ടടുത്ത് തന്നെ. നമുക്ക് മറ്റൊരു ഫൈറ്റ് നടക്കാനുള്ള സ്ഥലമുള്ളത് നമ്മുടെ ND സാറും ശരത്തും ND മുഷിയും ND കഴിവേറുമുള്ള ND ടീമിൻ്റെ മറ്റൊരിതാണ്. ND സാറ് നിലവിൽ ഓഫ്ലൈൻ പോയിട്ടുണ്ട്. KL02 ഭവാനിക്കിട്ട് നേരെ ഫൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് വോട്ടക്സ് സ്പൈ ഒക്കെ അടങ്ങുന്ന ടീമാണ് നിലവിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ക്യൂറോക്സ് ഫാമിലിയാണ്. ക്യൂറോക്സ് ഫാമിലിക്കിട്ട് ഫൈറ്റ് കിട്ടുന്നുണ്ട്. KL ഭവാനി തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു ഫൈറ്റ് ഇപ്പം നിലവിൽ കിട്ടും. നിലവിൽ അദ്ദേഹത്തിനെ റഷ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു ഫൈറ്റ് കിട്ടുന്നുണ്ട്. പുറത്തു നിന്നും അദ്ദേഹത്തിന് എവിടെ നിന്ന് കഴിഞ്ഞാലും അടി കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിലവിൽ അദ്ദേഹത്തിന് സ്കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തീർന്നിരിക്കുകയാണ്. KL ഭവാനിയും തീർന്നിരിക്കുകയാണ്. സ്ക്വാഡ് വൈപ്പായിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ക്യൂറോക്സ് ഫാമിലിയിലെ സ്പൈ ഉണ്ട്, യൂട്യൂബ് വോട്ടക്സ് ഉണ്ട്, വൈപ്പർ ക്യൂറോക്സ് ഉണ്ട്, KL5 ഡിങ്കൻ ഉണ്ട്. അതിൽ യൂട്യൂബ് വോട്ടക്സ് നിലവിൽ 2 കില്ലാണ് എടുത്തിട്ടുള്ളത്. വൈപ്പർ ക്യൂറോക്സ് 2 കില്ലാണ്. KL05 ഡിങ്കൻ 1 കില്ലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ND ടീമിൽ ശരത്ത് 2 കില്ല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ആരും കില്ലുകളൊന്നും എടുത്തിട്ടില്ല. നിലവിൽ മറ്റൊരു ടീമിനെ കൂടി നമുക്കൊന്ന് പോയി നോക്കാം, സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. റാംബോ ടീമിൻ്റെ അവിടെ എന്തായാലും സർവൈവൽ ഗെയിം ആയിരുന്നു. അവർ ഇതുവരെ കില്ലോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. മറ്റൊരു ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് നിലവിൽ നോക്കായി ഫൈറ്റ്. അദ്ദേഹത്തിന് RRC നിവിൻ, സൂപ്പർമാൻ, നിലവിൽ വിസാഡ് പുറകിലുണ്ട്. ഡെവിൽ, ടൈറ്റൻ ബോസ്, ഗോഡൽ, ഗോനദൻ എന്ന് പറയുന്നവർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിലവിൽ നല്ല കട്ട ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഡെക്സ് വേഡ് നിലവിൽ നോക്കായിട്ട് കിടക്കുകയാണ്. ഷെയ്ഡെക്സ് ഡേവിഡ് നോക്കായിരിക്കുന്നു. അവരുടെ ടീമിൽ നമുക്ക് ഇനിയിപ്പം ഐമാങ്കോ ജ്യൂസ് മാത്രമേ നിലവിലുള്ളൂ. ഐമാങ്കോ ജ്യൂസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഷെയ്ഡെക്സ് വേഡ് നിലവിൽ ക്രോൾ ചെയ്ത് പോവുകയാണ്. അദ്ദേഹം കട്ട സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നിലവിൽ സൂപ്പർമാൻ, RRQ, നെവിൻ, ഗോസ്റ്റ്മാനെയൊക്കെ ഉള്ള ടീമാണ് നിലവിൽ അവിടെ ഉള്ളത്. ഇദ്ദേഹത്തിന് കുറച്ച് സ്മോക്ക് നല്ല രീതിയിൽ അവിടെ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇദ്ദേഹം ക്രോൾ ചെയ്ത് വരുന്നത് മറ്റാർക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അദ്ദേഹം തീർന്നിരിക്കുകയാണ്. നിലവിൽ ഇവരുടെ ഷെയ്ഡെക്സ് ടീമിൽ നിലവിൽ ഐമാങ്കോ ജ്യൂസ് മാത്രമേ ഉള്ളൂ. പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗെയിം നമുക്ക് ഒന്ന് കണ്ടറിയാം. അദ്ദേഹം നിലവിൽ 157 ഡാമേജ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എല്ലാം നോക്കാം. എല്ലാവരും തന്നെ ഏകദേശം സോൺ ഔട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോണിനുള്ളിൽ പ്രവേശിക്കുന്ന മിസ്റ്റർ റാംബോ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ട് കാണാം. ND സാറിലെ ND കഴിവേറി, ND ശരത്ത് അവരുടെ ടീമും തീർന്നിരിക്കുകയാണ്. ND കഴിവേറി നിലവിൽ അദ്ദേഹം വണ്ടിയിലാണ്. അദ്ദേഹം ഹെൽത്ത് എന്തായാലും എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും സോണിലേക്ക് പോവുകയാണ്. നിലവിൽ നമുക്കിനിയിപ്പം റീകോൾ ടവറുകളൊന്നും അവശേഷിക്കുന്നില്ല. റീകോൾ ടവറുകളെല്ലാം ഓഫായ സ്ഥിതിക്ക് മറ്റ് ടീമേറ്റ്സിനെ ആരെയും റീകോൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല. എല്ലാം തീർന്നിരിക്കുകയാണ്. നിലവിലുള്ള പ്ലേയേഴ്സ് മാത്രമാണ് ഇനിയിപ്പോൾ നിലവിൽ കളിക്കാൻ പോകുന്നത്. ഇദ്ദേഹം ചെന്ന് കയറി കൊടുക്കുന്നത് നമ്മുടെ കുറച്ച് ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ്. അദ്ദേഹം പിടിച്ചു നിൽക്കുമോ? ഇവിടെ ടീം മെമ്പേഴ്സ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം സ്പോട്ട് ചെയ്തു. എന്തായാലും അദ്ദേഹം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം രക്ഷപ്പെടുകയാണ്, എസ്കേപ്പ് അടിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിന് മറ്റേ ചാൻസസ് ഒന്നുമില്ല.
അവിടുന്ന് എന്തായാലും ഒരു ഫൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം അവിടുന്ന് സുരക്ഷിതമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം സോണിലൂടെ തന്നെ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പടപേടിച്ച പന്തളത്തിയല്ലെന്ന് നമ്മുടെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പടപേടിച്ച പന്തളത്തി എന്ന് അദ്ദേഹം മറ്റൊരു ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അദ്ദേഹം ചെല്ലുന്നത്. നിലവിൽ അവിടെയും ഒരു സ്ക്വാഡുണ്ട്. നിലവിൽ റാംബോ ഒക്കെയാണ് നിലവിൽ അവിടെ ഉള്ളത്. അവരുടെ ടീമിൽ ഫുൾ സ്ക്വാഡാണ് നിലവിലുള്ളത്. നിലവിൽ ഡാർക്ക് സീക്കർ നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ടീമിനെയാണ് നമ്മുടെ PSM പരുന്ത് NV2OP ഡാംബ്ലീച്ചൊക്കെ ഇറങ്ങുന്ന ടീമിനെയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം വേഷവും ടീം നമ്പർ 1 ഡാർക്ക് ഗെയിമേഴ്സുമായിട്ട് നിലവിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ നമ്മുടെ ക്യൂറോക്സ് ഫാമിലിയും എന്തായാലും തൊട്ടടുത്ത് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു സോളോ പ്ലെയറായിട്ട് ND ടീമിൻ്റെ ഒരു പ്ലെയർ കൂടി ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നിലവിലിവിടെ നമ്മുടെ ക്യൂറോക്സ് ഫാമിലി എന്തായാലും ഒരു ഫൈറ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് സാധിക്കും എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് നിലവിലുള്ളത് ഇവിടെ. അതിൽ NV2OPക്ക് ഫൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. NV2OP നിലവിൽ നോക്കായിട്ട് കിടക്കുകയാണ്. NV2OP ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ NV2OP ഫിനിഷ് ആയിരിക്കുകയാണ്. നിലവിൽ ND സ്ട്രീമിൻ്റെ അദ്ദേഹം സോളോ പ്ലെയറായിട്ട് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. PSM പരുന്താണ് നിലവിലുള്ളതും തൊട്ടടുത്ത് തന്നെയായിട്ട് AMT ആകാശമാണ് ഇപ്പോൾ ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. PSM പരുന്തിന് എന്തായാലും സ്മോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ്. സ്പൈക്ക് ഫൈറ്റ് കിട്ടിയിരിക്കുന്നു. ഫൈറ്റ് കിട്ടിയിരിക്കുന്നു. ക്യൂറോക്സ് ഫാമിലിയിലെ യൂട്യൂബോട്ടക്സും നമ്മുടെ വൈപ്പർ ക്യൂറോക്സും നിലവിൽ റഷ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. PSM പരുന്ത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സെൽഫേഡ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് എടുക്കാൻ സാധിച്ചു. നിലവിൽ ഇവർക്ക് സോണിലേക്ക് കയറേണ്ടതായിട്ട് ഒരു ചാൻസ് ഉണ്ട്. ഇവരെന്തായാലും സോണിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് സോണിൻ്റെ ബ്ലീഡിങ്. എന്തായാലും വളരെ പ്രയാസമേറിയ കാര്യമാണ് ഇവരെല്ലാം സോണിലേക്ക് കയറുക എന്നുള്ളത്. സോണിൻ്റെ പവർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കയറുന്നിടത്ത് എന്തായാലും വൈപ്പർ ക്യൂറോക്സ് ഫൈറ്റ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഫൈറ്റ് കിട്ടി. അദ്ദേഹത്തിന് ഫൈറ്റ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ PSM പരുന്ത് സോണിൻ്റെ ഉള്ളിലാണ്. ഡാംബ്ലീച്ചിനിട്ട് ഫൈറ്റ് കിട്ടി. അദ്ദേഹം തീർന്നിരിക്കുന്നു. നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി 5 ടീമുകൾ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ND ടീമിൻ്റെ ഒരു പ്ലെയറും കൂടി തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം സോണിൽ നിന്ന് കയറി വന്ന് ഇപ്പം നിലവിൽ ഹെൽത്ത് അടിച്ചിട്ടുണ്ട്. നിലവിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഡാർക്ക് ഗെയിമേഴ്സ് തൊട്ടടുത്ത് തന്നെയായിട്ട് അദ്ദേഹത്തിന് നോക്കി തന്നെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാർക്ക് സൂക്ഷിയാണ് നിലവിൽ അദ്ദേഹത്തിനെ സ്പോട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്തായാലും നോക്കി ഇരിക്കുകയാണ്. അദ്ദേഹം പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ നിലവിലുള്ളൊരു സോണ് ഫൈറ്റ് കിട്ടി. ND ടീമും അങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. നിലവിൽ 4 ടീമുകൾ മാത്രമാണ്. അതിൽ 3ാമത്തെ ടീം നമ്മുടെ വേഷമാണ്. ടീം വേഷത്തിൽ ഒരു സോളോ പ്ലെയർ മാത്രമേ ഉള്ളൂ. 1ാമത്തെ ടീമിൽ നമ്മുടെ ഡാർക്ക് ഗെയിമേഴ്സിൽ എല്ലാവരും തന്നെയുണ്ട്. 8ാമത്തെ ടീം നോക്കുകയാണെങ്കിൽ ക്യൂറോക്സ് ഫാമിലിയാണ്. 2ാമത്തെ ടീമാണ് പിന്നെ ഉള്ളത് റേഞ്ചർ സ്പോർട്സ് ആണ്. ഇന്നത്തെ ചിക്കൻ ഡിന്നർ അടിക്കും, ഏറ്റവും കൂടുതൽ കില്ലെടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് മറ്റ് വഴികളൊന്നുമില്ല. സോണിൽ നല്ലവണ്ണം പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം റിബടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഡാർക്ക് സൂക്ഷിയാണ്. ടീം നമ്പർ 1 ഡാർക്ക് ഗെയിമേഴ്സാണ്. സോണിലേക്ക് കയറുന്നത് വളരെ ക്ലേശകരമായ കാര്യമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹത്തിന് മറ്റ് വഴികളൊന്നുമില്ല. അദ്ദേഹത്തിന് മറ്റൊരു ഫൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം തീർന്നിരിക്കുകയാണ്. നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്നത് നമ്മുടെ 2ാമത്തെ റേഞ്ചർ സ്പോർട്സും ക്യൂറോക്സ് ഫാമിലിയും തമ്മിലുള്ള ഫൈറ്റാണ്. അതിൽ കേരള നിക്ക് നിലവിൽ നോക്കാണ്. അദ്ദേഹത്തിന് എന്തായാലും ഒരു നെയ്ഡ് ഹുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നെയ്ഡ് എന്തായാലും വന്നില്ല. അവർ നിലവിൽ യൂട്യൂബോട്ടക്സ് നിലവിൽ അദ്ദേഹത്തിന് റഷ് അടിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്യൂറോക്സ് ഫാമിലി ഇന്നത്തെ ചിക്കൻ അടിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ഇന്നത്തെ കളിയുടെ നിലവിവരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 കില്ലെടുത്ത് നമ്മുടെ ക്യൂറോക്സ് ഫാമിലിയുണ്ട്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഗോസ്റ്റ്മാൻ സൂപ്പർമാൻ RRQ നിവിൻ കേരള നിക്കാണ്. അവരുടെ ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 കില്ലാണ് അവരുടെ ടോട്ടലായിട്ടുള്ളത്. കിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് 1ാം സ്ഥാനത്ത് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ടീമുകൾ നമുക്ക് നോക്കാനുണ്ട്. 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നിടത്ത് 2 കില്ലേ ഉള്ളൂ. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നതിൽ 9 കില്ലുകളാണുള്ളത്. 5ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കില്ലുകൾ മാത്രമേ ഉള്ളൂ. ശരത്താണ് നമ്മുടെ ND ടീമിന് വേണ്ടിയിട്ട് 2 കില്ല് എടുത്തിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കില്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷെയ്ഡെക്സ് ടീമാണ്. 7ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 കില്ലുകളോടുകൂടി നമ്മുടെ ആൽഫ പ്രൊഡക്റ്റേഴ്സ് ടീമാണുള്ളത്. 8ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 കില്ലുകൾ എടുത്തിട്ട് നമ്മുടെ കൽക്കി ഫോറോക്സി ഇബ്ലീസ് വിസാർഡാണുള്ളത്.
9ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KL ഭവാനി കുറേ നേരം പിടിച്ചു നിന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫിനിഷ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബ്ലിസോപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളത് 2 കിൽ എടുത്തിട്ടുള്ളത്. ബ്രൂസ് വെയിൻ രാത്രിയുടെ രാജകുമാർ 3 കിൽ എടുത്തിട്ടുണ്ട്. KL എറിൻ 1 കിൽ എടുത്തിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 കില്ലുകളാണ് അവരുടെ ടീമിലുള്ളത്. നമ്മുടെ കൊല്ലം ടീം വളരെ മോശം പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചിരുന്നത്. എങ്കിലും 1 കില്ല് മാത്രമാണ് നമ്മുടെ KL02 സിബിന് എടുത്തിരിക്കുന്നത്. അവരെന്നും ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മാറി ഇറങ്ങിയത് കൊണ്ടിട്ടാവാം ഇത് ഉണ്ടായതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 11ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്മാൻ, നമ്മുടെ ഏഗർ, ഹിറ്റ്മാൻ, മലപ്പുറം കാക്കയാണ്. അവരും ഇന്ന് വളരെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. എന്നും ഒരു ടോപ്പ് 5 നിൽക്കുന്ന ടീംസ് ആയിരുന്നു. നിലവിൽ അവർ വളരെ പുറകോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഏഗർ മാത്രമാണ് പുതിയ പ്ലെയറാണ്, അദ്ദേഹം മാത്രമാണ് ഒരു കില്ല് എടുത്തിരിക്കുന്നത്. 12ാം സ്ഥാനത്ത് നമ്മുടെ ഇൻഡീസ് ടീമിൽ നിന്നാണ്, അവർക്കും നിലവിൽ കില്ലുകളൊന്നുമില്ല. 13ാം സ്ഥാനത്തും നമ്മുടെ ആൽഫ പ്രൊഡക്റ്റേഴ്സ് ടീമാണ്, അവർക്കും കില്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിലവിൽ നമ്മൾ സ്റ്റാർ ഓഫ് ദി മാച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർ ഓഫ് ദി മാച്ച് നോക്കാനായിട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. സ്റ്റാർ ഓഫ് ദി മാച്ചിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റാർ ഓഫ് ദി മാച്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൽക്കിയാണ്. ഗോയിങ് ഓൾ ഔട്ട് 7 കില്ല് എടുത്തിട്ട് അദ്ദേഹം ബോണസ് 3 പോയിൻ്റാണ് നേടിയിരിക്കുന്നത്. ഡാമേജ് എടുത്തിരിക്കുന്നത് 1099 നല്ല രീതിയിൽ അദ്ദേഹം ഫൈറ്റ് എടുത്തിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ബെസ്റ്റ് കമ്പാനിയനായിട്ട് റെസ്ക്യൂ 3 തവണ ചെയ്തിട്ട് ഡാംലീച്ചാണ്. നിലവിൽ അദ്ദേഹം 3 തവണ റെസ്ക്യൂ എടുത്തിട്ടുണ്ട്. ഹെൽത്ത് റിസ്റ്റോർഡ് 288, സർവൈവൽ ടൈം 854. യൂട്യൂബ് വോട്ടക്സ് ആണ് ഫിനിഷറായിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കില്ലെടുത്ത് അദ്ദേഹം ഫിനിഷറായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം 5 കില്ലെടുത്തിട്ടുണ്ട്. അസിസ്റ്റ് 4 തവണ അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ഡിസ്റ്റൻസ് 3821, സർവൈവൽ ടൈം